ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കും. ഇന്ന് ഭയങ്കര മഴയായിരുന്നു രാവിലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലായിടവും മഴയാണെന്നറിയാം. അപ്പം നമ്മളുടെ ഇവിടുത്തെ മഴയും കാര്യങ്ങളും ഒക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ എടുക്കുവാണ്. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ മൊത്തം അഴുക്കായിരുന്നു. കാറ് മാറ്റിയിട്ടിട്ട് മൊത്തം ഞാൻ വൃത്തിയാക്കുക. ഭയങ്കരമായിട്ട് വെള്ളം ഒലിച്ചു വന്നപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെള്ളം ഉണ്ടല്ലോ, നമുക്ക് കഴുകാന്ന് പറഞ്ഞ് സിറ്റൗട്ടെല്ലാം കഴുകി ഇടുക. മഴയായ ഈച്ച എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവുന്നില്ല, ഈച്ച കാരണം. ഇന്നിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. എല്ലാം തുടച്ച് മാറ്റെല്ലാം എടുത്ത് വെളിയിട്ടേക്ക്. അത് ഉണങ്ങുന്നുമില്ല. ഇന്ന് 5-6 ദിവസമായി മാറ്റ് കിടന്ന് നനയാൻ തുടങ്ങിയിട്ട്. എൻ്റെ മാങ്ങ അടന്ന് വീഴുന്ന ഗൈസ്, തമ്പൂരി മാങ്ങ കേടാ. അടന്ന് വീണ് കഴിഞ്ഞാൽ, ഇത്രയും പഴുത്ത് കഴിഞ്ഞ് മഴയായാൽ പിന്നെ ഫുൾ കേടാ. ചിലപ്പോൾ ഇവിടെ ഇത്രയും നല്ലതായിരിക്കും. പിന്നെ 2 മാങ്ങ കിട്ടി. മാങ്ങ നിൽക്കൊണ്ട് കൊണ്ട് പിച്ചാനൊരു നിവർത്തിയില്ല. എല്ലാം അപ്പുറത്തോട്ടാണ്. മഴ കാരണം ആരെയും വീട്ടിൽ കയറ്റാനും ഇല്ല. പിന്നെ സൂപ്പർ മാങ്ങയാണ്. പഴുത്ത് കഴിഞ്ഞാലും കറി ഇടാൻ അടിപൊളി സംഭോരം പറയും ഞങ്ങളിവിടെ. മഴയായാൽ മൊത്തം വെള്ളക്കെട്ടും. ഈ സൈഡിൽ നിന്ന് വെള്ളം പോകാൻ വലിയ പാടാകും. അങ്ങനെ അതൊക്കെ സൂക്ഷിക്കേണ്ടി വിടുക വെള്ളം. ഇവർക്ക് പിന്നെ മഴയായാൽ ഭയങ്കര സന്തോഷം. മഴയായാൽ അവർക്ക് ഭയങ്കര സന്തോഷം. നല്ല സന്തോഷവതികളായിരിക്കും. കപ്പിൾ വൈനൊക്കെ കണ്ടോ ഇവിടുത്തെ? ഇത് മാവി തൂക്കിയിടുന്നതെന്ന് പറഞ്ഞാൽ മുറ്റത്ത് നിറച്ച് വെയിലാണ്. ഇതിന് വെയിൽ ഒരുപാട് വേണ്ട. ഇനി നമുക്ക് മഴ സീസൺ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ ഹാങ് ചെയ്തിടാം. ഇഷ്ടംപോലെയാണ്, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. മാങ്ങയെല്ലാം ഒരുവിധം തീർന്ന് ഗൈസ്. ഇനി ഇതാണ്ട് ഇപ്പം കിളിച്ച് വരുന്ന മാങ്ങകളേ ഉള്ളൂ. ഇപ്പം എന്നാലും കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. കറിയിലിടാൻ സൂപ്പർ, ഭയങ്കര പുളിയാണ് മാങ്ങയ്ക്ക്. സൂപ്പർ മാങ്ങ. അപ്പം നമുക്ക് റോഡില്ല. ഞങ്ങളുടെ റോഡ് മഴയാകുമ്പോൾ ഒന്ന് കാണിച്ച് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് പറഞ്ഞ് പോവാ. കണ്ട, ഇത് ഭയങ്കര വെള്ളമാണ്. ഇതിലേ കൂടെ നമുക്ക് നടന്നു പോവാം. ഇത് വെള്ളമായി വരുന്നതേ ഉള്ളൂ. നല്ല മഴയാകുമ്പോൾ ഒഴുക്കാ, ഭയങ്കര ഒഴുക്കും. നമുക്ക് നടന്നു പോകാൻ പോലും പറ്റത്തില്ല. ഇത് അങ്ങ് ഒരിടത്തൊരു ചിറയുണ്ട്. ആ ചിറ നിറയുമ്പോൾ പൊട്ടിച്ചു വിടും. ആ പൊട്ടിച്ചു വിടുന്ന വെള്ളം നമ്മുടെ റോഡിൽ കൂടെ വന്ന് കരങ്ങി കൂടെ അങ്ങ് പേരൂര് സൈഡിൽ പോവുക. പക്ഷെ ഇതിലേ കൂടെ ഒരു രക്ഷയില്ല, നടന്നു പോവാം. പിന്നെ ഇതങ്ങ് ഊറ്റാവും. മഴയായപ്പോൾ ടോബിക്ക് ഞങ്ങൾ പുറത്തേക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ പുറത്തേ അടിക്കൊള്ളാം. എന്തുവാടാ? എന്തുവാ? മഴയാ. ഞങ്ങളുടെ പുല്ലെല്ലാം വളർന്ന് ഇതെല്ലാം ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. മഴയാണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലേ. ഞാൻ കണ്ടോ കുടയും കൊണ്ട് വീഡിയോ എടുക്കുക, നമ്മളിവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, സൂപ്പർ അന്തരീക്ഷം, അടിപൊളി. എങ്ങും പോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ മഴയായ. ഞാൻ അവിടെ കാറൊക്കെ ഒന്ന് കഴുകി മഴയത്ത് മൊത്തം ചെളിയൊക്കെ ആയി. എന്നാ പാപ്പ ഇതാ, പാപ്പം വേണോ? ബാ ബാ ബാ. അവനെ ബ്ലാക്കി കരയുന്നുണ്ടാ ഓടി വന്ന ബ്ലാക്കി. മഴയായാലും വെയിലായാലും അവരടിപൊളിയായപ്പോഴും. മഴയത്ത് സുഖമായിട്ട് ഉറങ്ങുന്ന മുത്തുക്കിളിയും അമ്മുക്കിളിയും. മുത്തിന് വയ്യ ഗൈസ്. മുത്തിന് വയറ്റുവേനയായിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു. മുത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വയറ്റുവേനയൊക്കെ വരുന്നത്. അങ്ങനെ ഒരു പെയിൻ കില്ലറും കൊടുത്ത് വാട്ടർ ബാഗിൽ വെള്ളമൊക്കെ ചൂടാക്കി. മുത്തിൻ്റെ കരച്ചിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പാവം, ഇപ്പോൾ സുഖമായിട്ട് കിടന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് ഇതുവരെ വയറ്റുവേന സംഭവങ്ങളൊന്നും വന്നിട്ടില്ല.
ഇനീരേ ആദ്യമായിട്ട് എത്രയും വൈറ്റ് വേണം. അതിൻ്റെ ഒരു അമ്മു ഇതൊക്കെ കണ്ടിട്ട് പുച്ഛ എന്ന് വെച്ചാൽ അമ്മൂന് സ്ഥിരം ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് വൈറ്റ് വേന. അതുകൊണ്ട് അവൾക്കത്ര പെയിൻ കില്ലർ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഇല്ലായിരുന്നു. എപ്പോഴും കഴിക്കത്തില്ല കേട്ടോ പെയിൻ കില്ലർ. അമ്മു മാക്സിമം പെയിൻ കില്ലർ കഴിക്കാതിരിക്കാൻ നോക്കും. കണ്ട അവൻ നോക്കി എന്തോ ചെയ്യുന്നെന്ന്. മുത്ത് കരയുന്നതൊക്കെ നേരത്തെ കണ്ടായിരുന്നല്ല ബ്ലാക്കി. ബ്ലാക്കി വാ, മുത്തിന് എന്തോന്ന് ചോയിര്. മുത്ത് എന്തിനാ കരഞ്ഞെന്ന് ചോയിര്. വാ കയറി വാ, വാ മേളിൽ കയറി വാ, വാ വാടാ കയറ്, വാ മുത്തിൻ്റെ അടുത്ത് കയറ്, വാടാ. കണ്ട അവൻ ഇപ്പൊ കയറും. വിറി അവൻ ചാടി കയറട്ടെ. അവൻ കയറാനാ കയറി. അവൻ താ ഈ ബ്ലാങ്കറ്റിൻ്റെ അടിയിലങ്ങ് കിടക്കും. മുത്ത് എത്തിങ്ങി മേളിൽ കയറ്റി. എന്നാ ചാച്ചിക്കോ ഇവിടെ അടി വാ. അവൻ ഇവിടെ ഒരു പുഴുക്കടി പോലെ വന്ന രോമം പോയി, അതിന് മരുന്നിട്ടേക്കുക. ഓ അവനെ ചവിട്ടി തേക്കല്ലേ അടി. ഞങ്ങളുടെ ഒരു പൊന്ന് വാവയായത്, ഞങ്ങളുടെ പൊന്ന് തക്കുട് മോനായത്. ഭയങ്കര ക്യൂട്ടാ ഗൈസ്. നിങ്ങൾ എപ്പോഴും വിചാരിക്കും വീഡിയോ ഇവനെ കാണിക്കുന്നത്, ഇവൻ അത്ര ഒരു ക്യൂട്ടാ. നമുക്ക് എപ്പോഴും കൊഞ്ചിക്കാനും താലോലിക്കാനൊക്കെ തോന്നും ചക്കര മുത്തിന്. 3:30 ആയിട്ടും 2 എണ്ണം ഇതുവരെ ആഹാരങ്ങൾ കഴിച്ചിട്ടില്ല. ഒന്നും വേണ്ട, തിന്നാതെ കുടിക്കാതെ ഇങ്ങനെ കിടന്നാ മതി പിള്ളേർക്ക്. ബാ ബാ വാ ബ്ലാക്കി വാ, അമ്മച്ചി പോവാ. ബാ വാ മോനെ, വാ വാ വിടടി, വിട് ബ്ലാക്കി, വാ വിടടി മുത്തേ. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അമ്മുക്കുട്ടി ആഴ്ച ഒരു ദിവസം എണ്ണ തേക്കുന്നത്. അപ്പോൾ ഒരു ഓയിൽ മസാജൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അമ്മുക്കുട്ടിയെ പിടിച്ചിരുത്തി ഞാനങ്ങ് നല്ല മസാജ് ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അമ്മുക്കുട്ടി മസാജ് ചെയ്ത്. അപ്പോൾ വേണ്ട അമ്മയ്ക്ക്, അപ്പോൾ അമ്മുക്കുട്ടിക്ക് ചെയ്യുന്നുണ്ടപ്പോൾ അമ്മയ്ക്കൊരു കൊതി, മോൾ അമ്മയുടെ തലയിലൂടെ എണ്ണ അയച്ചു തരാം. അപ്പോൾ അമ്മയുടെ തല എണ്ണ അയച്ചു കൊടുക്കുന്നുണ്ടപ്പം എനിക്കും ഒരു കൊതി. അപ്പം ഞാൻ അമ്മൂനെ കൊണ്ട് എനിക്കും എണ്ണ തേപ്പിച്ച് തല. അമ്മു നല്ല ഭംഗിയായിട്ട് എനിക്ക് മസാജൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ച് ഫ്രഷായിട്ട്, ഞങ്ങൾക്കൊരു മരിപ്പുണ്ടായിരുന്നു. ഇവളുമാരും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവരുമായിട്ട് പോയി. ഞങ്ങൾ മരണ വീട്ടിലോട്ട് പോകുന്നു. ഇവളുമാർക്ക് അമ്മയുടെ അങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ താണ്ട പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ മുത്തിനൊരാഗ്രഹം റോഡിലെ കാഴ്ചകളൊക്കെ എടുക്കണമെന്ന് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും അമ്മയും ഒരു മരിപ്പിനൊക്കെ കയറിയിട്ട് അമ്മയുടെ അടുത്തോട്ട് ചേച്ചിയുടെ വീട്ടിൽ ചക്ക എടുക്കാൻ പോയി. അപ്പോൾ അവരവിടെ ഇല്ല, അവർ അമ്പലനടയിലോ ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ പോന്നു. ഞങ്ങൾ ഗേറ്റ് തുറന്ന് ആരുമില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് ചക്കയെടുത്ത് തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോവുക ഗൈസ്. വെറുതെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇങ്ങനെ അല്ല, ഞങ്ങൾ മരിപ്പിന് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ 2 എണ്ണം കൂടെ കയറി വന്ന് ചുമ്മാതെ വീട്ടിൽ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് പാലും പഴമൊക്കെ മേടിക്കണം. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ മടക്ക് ബോളി എന്നൊക്കെ പറയും. പണ്ട് വയറ്റുവങ്കാലൊക്കെ അല്ലേ ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചോണ്ട് വന്നു. എന്നെ തിന്നാൻ അവൻ സമ്മതിക്കത്തില്ല. അവന് വേണം. ഞാൻ കടിക്കുന്ന പൊടിയെല്ലാം വീഴുന്നതും അവൻ പറക്കിട്ടില്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ എടുത്തത് ആരാണ്? അമ്മയാണ്. കാരണം എനിക്ക് വയ്യായിരുന്നു, ഭയങ്കര വയറുവേദനയായിരുന്നു. കരഞ്ഞ് ഞാൻ കുഴഞ്ഞ് 5 മണിക്ക് തുടങ്ങി വയറുവേദന രാവിലെ 11:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയത്. അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.